Hi students, welcome to the 16th class of linear algebra. Today we are discussing rank nullity theorem and related example. First we are going to discuss rank nullity theorem. Theorem, let V and W be vector space over the field F and let T be a linear transformation from V into W. If V is finite dimensional, then rank of T plus nullity of T equal to dimension V. ഇവിടെ തിയറത്തിന്റെ ഐഡിയ എന്താന്ന് പറയാം. V and W എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ആണ് ഓവർ ദ സെയിം ഫീൽഡ് F. ഓക്കെ, ലെറ്റ് T ഫ്രം V ടു W എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. സപ്പോസ് V ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ, ദെൻ നമുക്ക് പറയാം റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ വി. ഓക്കെ, വി ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ഉണ്ട് ഓവർ ദ സെയിം ഫീൽഡ് എഫ്. ടി ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ഇൻ ടു ഡബ്ല്യു. സപ്പോസ് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. വി ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണെങ്കിൽ റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫിലേക്ക് പോവാം. ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. അതുകൊണ്ട് നമുക്ക് എടുക്കാം ഡയമെൻഷൻ വി ഇസ് ഈക്വൽ ടു എൻ. Finite dimensional vector space ആണ് V. Therefore, we take dimension V is equal to n. Since n of t subset of V, n of t subset of V ആണെങ്കിൽ dimension of n of t is less than n. Let dimension of n of t എന്ന് പറയുന്നത് നമുക്കറിയാം nullity of t ആണ്. ഡെഫിനിഷൻ പ്രകാരം നമുക്കറിയാം nullity of t എന്ന് പറയുന്നത് dimension of n of t ആണ്. So we write dimension of n of t is equal to nullity of t. That is equal to we take k. Okay, which is less than n. Let set alpha 1, alpha 2, etc. alpha k be a basis for n of t. Then the set alpha 1, alpha 2, etc. alpha k, comma alpha k plus 1, etc. alpha n be a basis for v. Okay. ഇവിടെ നമ്മൾ ക്ലെയിം ആയിട്ട് എടുക്കേണ്ടത് സെറ്റ് ടി ആൽഫ കെ പ്ലസ് 1, ടി ആൽഫ കെ പ്ലസ് 2, എക്സെട്ര ടി ആൽഫ എൻ ഈസ് എ ബേസിസ് ഫോർ ആർ ഓഫ് ടി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ ക്ലെയിം 2 ആയിട്ട് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു സ്പാൻ ഓഫ് സെറ്റ് ടി ആൽഫ കെ പ്ലസ് 1, ടി ആൽഫ കെ പ്ലസ് 2, എക്സെട്ര ടി ആൽഫ എൻ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് സെറ്റ് ഇസ് എ ബേസിസ് ഫോർ ആർ ഓഫ് ടി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലെയിം 1 ഫസ്റ്റ് പ്രൂവ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ദിസ് സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ദിസ് set t alpha k plus 1, t alpha k plus 2, etc. t alpha n is linearly independent. Consider the relation c k plus 1 t alpha k plus 1 plus c k plus 2 t alpha k plus 2 plus etc. plus cn t alpha n is equal to 0. Since t is linear transformation, so we write this relation t of എങ്ങനെ എഴുതാം? c k plus 1 alpha k plus 1, okay, plus c k plus 2 alpha k plus 2 plus etc. plus cn alpha n is equal to 0. ഇപ്പൊ നമുക്ക് കിട്ടി t of c k plus 1 alpha k plus 1 plus c k plus 2 alpha k plus 2 plus etc. plus cn alpha n equal to 0. That means this belongs to n of t. So we write ck plus 1 alpha k plus 1 plus etc. plus cn alpha n belongs to n of t. That is we write ck plus 1 alpha k plus 1 plus etc. plus cn alpha n is equal to c1 alpha 1 plus c2 alpha 2 plus etc. plus ck alpha k. From this we write c1 alpha 1 plus c2 alpha 2 plus etc. plus ck alpha k minus ck plus 1 alpha k plus 1 plus etc. plus cn alpha n, that is equal to 0. That implies c1 equal to c2 equal to etc. equal to cn equal to 0. നമുക്കറിയാം സെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ പ്ലസ് 1 എക്സെട്ര ആൽഫ എൻ എന്ന് പറയുന്നത് ബേസിസ് ഓഫ് വി ആണ്. ഫോർ ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുമെന്ന് അറിയാം. അതുകൊണ്ട് c1 c2
എക്സെട്ര സി എന്ന് പറയുന്നതെല്ലാം 0 ആയിരിക്കും. ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ സെറ്റ് ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ടി ആൽഫ എൻ ഇസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ക്ലെയിം 2, that is r of t is equal to span of t of alpha k plus 1, t of alpha k plus 2, etc. t of alpha n. Let us take t of alpha belongs to span of t of alpha k plus 1, t of alpha k plus 2, etc. t of alpha n. Therefore, we can write t of alpha as linear combination of this set. That is, we write ck plus 1 t of alpha k plus 1 plus ck plus 2 t of alpha k plus 2 plus etc. plus cn t of alpha n. Okay, that is equal to, we write t of ck plus 1 alpha k plus 1 plus ck plus 2 alpha k plus 2 plus etc. plus cn alpha n. This is belongs to r of t. Now we get span of t of alpha k plus 1, t of alpha k plus 2, etc. t alpha n is subset of r of t. Therefore, we get span of t alpha k plus 1, t alpha k plus 2, etc. t alpha n subset of r of t. Putting it as equation number 1. Okay, t of alpha belongs to r of t. Alpha belongs to v. Then t of alpha can be written as t of alpha is equal to t of c1 alpha 1 plus c2 alpha 2 plus etc. plus ck alpha k plus ck plus 1 alpha k plus 1 plus etc. plus cn alpha n. Okay, from this we write c1 t of alpha 1 plus c2 t of alpha 2 plus etc. plus ck t of alpha k plus etc. plus cn t of alpha n. Since set alpha 1, alpha 2, etc. alpha k is a basis of n of t. Therefore, t of alpha I equal to 0 where I running from 1 to k. Okay. So, here we write I running from 1 to k ഉള്ള വിലകൾക്ക് എല്ലാം t of alpha I 0 ആയിരിക്കും. So, we write here c1 into 0, c2 into 0 plus etc. plus ck into 0. Plus ബാക്കിയുള്ള എലമെന്റ്സ് എഴുതാം ck plus 1, okay, t of alpha k plus 1 plus etc. plus cn t alpha n എന്ന് വരും. That is equal to, we write here ck plus 1 t of alpha k plus 1 plus ck plus 2 t of alpha k plus 2 plus etc. plus cn t of alpha n. Okay, that means this is belongs to span of t of alpha k plus 1, t of alpha k plus 2, etc. t of alpha n. That means r of t belongs to span of set t of alpha k plus 1, t of alpha k plus 2, etc. t of alpha n. That means r of t is subset of span of t of alpha k plus 1, t of alpha k plus 2, etc. t of alpha n. Putting it as equation number 2. Okay, from 1 and 2 we write r of t is equal to span of t of alpha k plus 1, t of alpha k plus 2, etc. t of alpha n. Okay, therefore the set t alpha k plus 1, t alpha k plus 2, etc. t alpha n is a basis of r of t. നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് ടി ആണ്. ഓക്കെ, അതുപോലെ ഡയമെൻഷൻ ഓഫ് എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നള്ളിറ്റി ഓഫ് ടി ആണെന്ന്. സോ വി റൈറ്റ് ഡയമെൻഷൻ ഓഫ് ആർ ഓഫ് ടി is equal to rank of t. We know that rank of t is equal to n minus k. Okay, here n is dimension v. So we write dimension v minus k. Here is dimension of n of t. So we write here dimension of n of t. Now we get rank of t is equal to dimension v minus dimension of n of t. Now we get rank of t is equal to dimension v minus dimension of n of t. നമുക്കറിയാം dimension of n of t എന്ന് പറയുന്നത് എന്താ? nullity of t ആണ്. So we write rank of t is equal to dimension v minus nullity of t. Okay, nullity of t. From this we write rank of t plus nullity of t. Nullity of t is equal to dimension v. Okay, clear?
Zero transformation. If V and W are vector space, then there is a mapping T from V to W defined as T of x is equal to 0 for every x belongs to V. Next, identity transformation. If V is a vector space, then a mapping T defined as T of x is equal to x for every x belongs to V. Next, we are going to discuss a problem to verify the rank nullity theorem in the case of identity transformation and zero transformation. First, we are going to verify the rank nullity theorem in the case of identity transformation. Okay, let I from V to V is identity transformation. We know that by rank nullity theorem, rank of T plus nullity of T is equal to dimension V. Here the transformation is an identity transformation. Okay, here dimension V is equal to n. We know that V is finite dimensional, so dimension V is equal to n. Next, null space of identity transformation. We denoted it as n of I, that is equal to set to 0. Okay, null space of I is equal to set to 0. We know that nullity of I is equal to dimension of n of I. Here n of I is equal to set to 0. So we write dimension of set to 0. We know that dimension of set to 0 is equal to 0. Okay, now we get nullity of I is equal to 0. Next, range of I is equal to R of I, that is equal to V. Okay, range of I is equal to, we denoted it as R of I, that is equal to V. We know that rank of I is equal to dimension of R of I, that is equal to, we write dimension of. Here R of I is V, so we write here dimension V. We know that dimension V is equal to n. Okay. Here dimension of V is equal to n, nullity of I is equal to 0, rank of I is equal to n. Next, we are going to verify rank nullity theorem. By the above theorem, we know that rank of T plus nullity of T is equal to dimension of V. So here we write rank of I plus nullity of I is equal to, we know that rank of I is equal to n plus nullity of I is equal to 0. That is equal to, we get n. This is dimension V. Okay. Now we get rank of I plus nullity of I is equal to dimension V. Therefore, it verifies rank nullity theorem. Clear? Next, we are going to verify the rank nullity theorem in the case of zero transformation. From the above theorem, we know that rank of T plus nullity of T is equal to dimension V. Okay, let 0 from V to V is zero transformation. Here dimension V is equal to, we write dimension V is equal to n. Null space of 0, we denoted it as n of 0. That is equal to, we write V. Okay, null space of 0 is equal to V. Then nullity of 0, we denoted it as dimension of n of 0. Dimension of, that is equal to dimension of V. Okay, that is equal to, we write n. Now we get nullity of 0 is equal to n. Next, range of 0, we denoted it as R of 0. Here R of 0 is equal to set to 0. Okay. By definition, we write rank of 0 is equal to dimension of R of 0. That is equal to, we get dimension of, okay, set to 0. That is equal to 0. Now we get a rank of 0. Rank of 0 equal to 0. Okay. By the above theorem, we know that rank of T plus nullity of T is equal to dimension of V. Using this, rank of 0 plus nullity of 0 is equal to, here rank of 0 is 0. So we write here 0 plus nullity of 0 n. Okay, that is equal to, we get 0 plus n equal to n. 0 plus n is equal to, we get n, that is equal to dimension V. Now we get rank of 0 plus nullity of 0 is equal to dimension V. Therefore, it verifies rank nullity theorem. Clear?